അപ്പം ഞാനും ഒരു പാർട്ടിയായിരുന്നു, പക്ഷേ എനിക്കും പോലും വോട്ട് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായിരുന്നില്ല. ഭരണത്തിൻ്റെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ് എന്ന് എനിക്കും പറയാൻ പറ്റുള്ളൂ. ഭരണം മോശമാണല്ലോ. ഇതിനു മുമ്പുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രക്ക് ഭരണ നേട്ടമുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. മൂന്നാമതും ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കും, ചിലപ്പോൾ ഒന്നും കാണിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും പരിഹാസ രൂപേണയുള്ള മറുപടിയുമായാണ് മുഖ്യൻ എത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ ദയനീയമായ തോൽവിക്കുള്ള കാരണഭൂതനായ പിണറായി തന്നെയല്ലേ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഭരണം മോശമാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. വോട്ട് കുറഞ്ഞതിൻ്റെ കാര്യം മുഖ്യമന്ത്രിയുടെ അനാസ്ഥ കൊണ്ടിട്ട് തന്നെ. ശരിക്കും ഞാനൊരു LDFൻ്റെ ഒരു ഘടകകക്ഷിയുടെ ആളാണ്, പക്ഷെങ്കിലും ഭരണത്തിൻ്റെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ് എന്ന് എനിക്കും പറയാൻ പറ്റുള്ളൂ. ഭരണ നേട്ടങ്ങൾ സാധാരണ പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇടതിനത്രക്ക് സ്കോപ്പില്ലാത്തതാണ്. എന്നാൽ ഇതിൽ കൂടുതൽ സീറ്റുകൾ ഇടത് പിടിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ അവർക്ക് സ്വാധീനമുള്ളതാണ്. അത് യാതൊരു സംശയം വിചാരിക്കണ്ട. മുഖ്യമന്ത്രിയുടെ പോക്ക് ശരിയല്ലാണ്ട് വന്നു. അതുകൊണ്ട് പിന്നെ പാർട്ടികളിൽ തന്നെ അനുഭാവികൾ മാറി കുറേ. നമ്മൾ ജനങ്ങളാണ് വിജയിപ്പിച്ചു വിടുന്നത് അല്ലേ? ആ ജനങ്ങൾക്ക് എതിരെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് ഇതുപോലെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റാണ് കിട്ടിയത്, ആ ഒരു സീറ്റ് തന്നെ നിലനിർത്താൻ പറ്റി. പക്ഷേങ്കിൽ അതും ഒരു വ്യക്തിപ്രഭാവത്തിലൂടെ ഇപ്പം BJPയുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതുപോലെ തന്നെയാണെന്ന് ഞാനും പറയുള്ളൂ. ആലത്തൂർ തവണ വേറെ ഒരു ഇഷ്യൂസൊന്നുമില്ല, എന്നിട്ട് പോലും അവർക്ക് ഒരു സീറ്റായിട്ട് മാറി എന്നുള്ളത് ജനങ്ങൾ ഭരണ നേട്ടത്തെ വേണ്ട രീതിയിൽ വിലയിരുത്തി, പോരാ എന്നുള്ള രീതിയിൽ വിലയിരുത്തി എന്ന് പറയേണ്ടി വരും. അതെന്തുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ? അവരുടെ നല്ല ഭരണമായതുകൊണ്ടാണ് അത്രയും സീറ്റ് കിട്ടിയത്. ഇത്രേ പറയാനുള്ളൂ, നല്ല ഭരണമായിരുന്നു. അതുകൊണ്ടാണ് ഒരു സീറ്റ് കിട്ടിയത്. മൂന്നാമതും ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കും, ചിലപ്പോൾ ഒന്നും കാണിയില്ല. ആലത്തൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ എന്ത് മന്ത്രിയാണ്? ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയാണല്ലോ അല്ലേ? ദേവസ്വം പുള്ളിയുടെ വകുപ്പ് അതല്ലേ? ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ ആ മന്ത്രി പദം ഇപ്പോൾ പുള്ളി രാജിവെക്കാന്ന് പറയുന്നത് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ജയിക്കാൻ കാരണം അദ്ദേഹത്തോടുള്ള അവിടെയുള്ള നാട്ടുകാരുടെയൊക്കെ ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ടാണ് അവിടെ ജയിച്ചത്. പകരം ഇല്ല എങ്കിൽ ഒരു സീറ്റ് പോലും ഇവിടെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാനും ഒരു പാർട്ടിയായിരുന്നു, പക്ഷേ എനിക്കും പോലും വോട്ട് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ഏത് കാര്യത്തിലെടുത്താലും ശരി അഴിമതി നിറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള നിറഞ്ഞു. അതുകൊണ്ടാണ് ആ പരാജയം. കാര്യം എടുത്തു പറയത്തക്ക രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്യാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഭരണം മറ്റുള്ള ഒരു ഇടതുപക്ഷ ഇതിനു മുമ്പുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രക്ക് ഭരണ നേട്ടമുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ധാർഷ്ട്യമുള്ള ആളാണ് പിണറായി സഖാവ് എന്നൊക്കെ പറയുമ്പോൾ വൈകുന്നേരം ചാനലിലൊക്കെ വന്നിരുന്നുകൊണ്ട് നിൽക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയാണ് പറയുന്നത്, ഈ സഖാവിനെ കുറിച്ചാണോ ഇത്രയും പറയുന്ന ചോദിച്ച് ആ സ്ത്രീകൾ തന്നെയാണ് വീണ്ടും ഇപ്രാവശ്യം പറയുന്നത് ഇതേപോലെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയുള്ള ഒരു കേരള മുഖ്യമന്ത്രിയെ കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ഞാനൊരു LDFിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയുടെ ആളായതുകൊണ്ട് എനിക്കും വളരെ പ്രയാസമുള്ള കാര്യമാണ്.